ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളൊരു കുടുംബസംഗമത്തിന് പോകാട്ടോ. ഞങ്ങളെ ഉമ്മൻ്റെ അപ്പൻ്റെ ഫാമിലി ഒന്നായിട്ട് ഒത്തുചേരുകയാണ്. അപ്പോൾ വായിച്ചൊന്നും ജീവിച്ചിരിപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കുറേ എന്താ പറയുക 7 ജില്ലകളിലെ 7 ജില്ലകളിൽ ഒന്നായിട്ട് പരന്ന് കിടക്കുന്ന കുടുംബമാട്ടോ ഞങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഒത്തുചേരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തരാം. രാലിയ ഹോളിൽ വെച്ചിട്ടാട്ടോ കുടുംബസംഗമം. അപ്പം എന്താ പറയുക 100 സംതിങ് ഫാമിലീസ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ്. ഓക്കെ, ഞങ്ങളെ അമ്മ അങ്ങോട്ട് നോക്കി. ഇതാണ് ഞങ്ങളെ വല്യമ്മ കേട്ടോ. വായിച്ചൊന്നുമില്ല. അപ്പം വായിച്ചിൻ്റെ വാപ്പൻ്റെ എല്ലാ ഫാമിലിയിലും എല്ലാവരും കൂടെ ആണ് കേട്ടോ കൂടുന്നത്. ഇതാ കുഞ്ഞപ്പൂ എൻ്റെ അനിയത്തി. പിന്നെ ഇതാണ് ഷാനു. ഓക്കെ, ഇതാണ് എൻ്റെ അമ്മൻ്റെ അനിയത്തി. ഓക്കെ, ഇനി ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓക്കെ, ഞങ്ങൾ എല്ലാവരും ഒരു കാറിൽ, ബാക്കിയുള്ളവരൊക്കെ വേറെ കാറിൽ പോയിട്ടോ. ഇതാണ് വാക്കുളങ്ങര തറവാട് ഇതിൻ്റെ കുടുംബസംഗമാട്ടോ. ഇത് നമ്മളെ ഫ്രണ്ടിൽ, കാറിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗായ്സ് ഞങ്ങളിതാ ഹോളിലെത്തി. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിലോട്ട് കയറാൻ പോവാണ് നമ്മൾ. ഇതേതാര് പ്രീക്കത്തി ഹായ് പറ. നമ്മളെ ഫാമിലി എല്ലാവരും എത്തിട്ടോ. മുണ്ടക്കൽ ഫാമിലി എല്ലാത്തോടത്തിൽ രജിസ്ട്രേഷൻ. രൂപീകരിച്ചു. 2 വല്യപ്പന്മാരിൽ ഒതുങ്ങിയ വാക്കുളങ്ങര അബ്ദുറഹ്മാൻ ഗുരുക്കൾ, വാക്കുളങ്ങര ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, പ്രയാസത്തിൽപ്പെട്ടാൽ, എന്റെ സ്ഥലത്ത് എന്റെ കുടുംബക്കാരുണ്ട് എന്ന് നമുക്ക് മകൻ കുഞ്ഞീവിൽ എന്ന വല്യപ്പേര് 4 തലമുറ അബ്ദുറഹ്മാൻ ഗുരുക്കൾ, ഏന്തൽക്കുട്ടി ഗുരുക്കൾ, മുഹമ്മദ് വല്യപ്പ, സുലൈമാൻ വല്യപ്പ, ഈ 4 പരമ്പര വലതുഭാഗത്തോടെ വരും. സലാം ഡാമിയോട് അവർക്ക് വാക്കുളങ്ങര കുടുംബത്തിന്റെ സ്നേഹം. ഞങ്ങൾ വെള്ളം കിട്ടായിട്ട് വന്നതാ. ജ്യൂസൊക്കെ കുടിച്ചു. ഇനി ഉള്ളിലോട്ട് തന്നെ പോകണം. ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ് അല്ലേ സലാവോ? ഇതാ നമ്മളെ കുടുംബത്തിലെ മൂത്ത കാരണവര്. അതെ, ഐശൊക്കെ ഇനി ആരൊക്കെ കാണാണ്ട് ഐശോ എല്ലാവരും ഇപ്പോൾ പരിചയപ്പെടുത്തി തരും കുറച്ചുകൂടെ കഴിഞ്ഞാൽ. അതുവരെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആവാം. കണ്ടോ കുറേ വണ്ടിയുണ്ട്. ഇതൊക്കെ ജില്ലയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ അല്ല സുന്ദരിയായി വന്നിക്കുന്നു കുടുംബ. രണ്ടാളും കുടുംബസംഗമൊക്കെ അല്ലേ? കുറച്ച് ഗസ്റ്റപ്പിലെത്താം. ഗൈസ് ഇവിടെ തന്നെ നല്ലൊരു കൊറിയോ. ഹലോ ഹായ് പറയ്. ഒരു മൈൻഡില്ല. ഇത് നല്ല നല്ല മീനൊക്കെ ഉണ്ട്. അത് വൃത്തിയാക്കിയ ക്ലീൻ ആക്കില്ല. ജീവിതം കരിഞ്ഞു പോയി എന്ന് ഏതെങ്കിലും ഒരു പുരുഷൻ പരിഭവപ്പെടുന്നുണ്ട്, പരാതിപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ പുരുഷന്റെ കൂടെ ജീവിച്ചിട്ട് എന്റെ ജീവിതം കരിഞ്ഞു പോയി എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ പരാതിപ്പെടുന്നുണ്ട് എന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന്, അടിസ്ഥാനപരമായ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് പിശാചിന്റെ സ്വഭാവത്തിലേക്ക്, തീയുടെ സ്വഭാവത്തിലേക്ക് ആ മനുഷ്യൻ പരിണമിച്ചിരിക്കുന്നു എന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അഥവാ അത്തരം കുടുംബങ്ങളിലെ സമാധാനം ഉണ്ടാകും, അവിടുത്തെ മക്കള് വളർന്ന് ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പുറത്ത് അവിടെ ഫുൾ ചൂടാട്ടോ ഉള്ളിൽ. അതുകൊണ്ട് കുറേ ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നോണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഐശു ചൂടെടുക്കണ്ടോ? ഐശു ഉണ്ടോ? ദേഷ്യം വരും. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ബിരിയാണി അടി.
നെയ്ച്ചോറ ബിരിയാണി ആയിട്ടാണ് എന്താ അറിയില്ല, അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങാട്ടോ അടുത്തത്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഖദീജ ആലൂർ, ഫാത്തിമ പന്തിരിക്കര, സുബൈദ കലാം, ഖദീജ പേരാമ്പ്ര, ബിയാത്തു പേരാമ്പ്ര, ഖദീജ അണ്ടത്തോട്, റുക്കിയ കാഞ്ഞൂർ എന്നിവർ ബസ്സിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നഫീസ കൂരാച്ചുണ്ട്, ആമിന ഹുസൈനാർ ആലൂർ, സൈനമ മുഹമ്മദ് കോയ, ഫാത്തിമ മുഹമ്മദ് കോയ, മറിയം ഹൈദ്രോസിന് വേണ്ടി സൈനബ അസീസ്, ആയിഷുമ മുഹമ്മദിന് വേണ്ടി സഫിയ വടവി. മരുമക്കളെയുമാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. നമ്മളിലെ കാരണവന്മാർ എന്നും നമുക്ക് സന്തോഷിക്കാം. ഇവരുടെ പാത പിൻപറ്റിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവരെ ആദരിക്കാൻ കിട്ടിയ ഈ സുദിനം നമ്മൾക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആദരവ് ഏറ്റുവാങ്ങുന്നത് നഫീസ കൂരാച്ചുണ്ട്. ആദരവ് നൽകുന്നത് ഖദീജ ആലൂർ. അടുത്തതായി സേന ആലൂർ എന്നിവരെയും ആദരവ് നൽകുന്നതിന് വേണ്ടി ഫാത്തിമ പന്തിരിക്കര എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നത് ആമിന ഹുസൈനാർ ആലൂർ. ആദരവ് നൽകുന്നത് ഫാത്തിമ പന്തിരക്കര. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആദരവ് ഏറ്റുവാങ്ങുന്നത് സൈനബ മുഹമ്മദ് കോയ. ആദരവ് നൽകുന്നത് സുബൈദ കലാം. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാത്തിമ മുഹമ്മദ് കോയ എന്നിവരെയും ആദരവ് നൽകുന്നതിനായി ഖദീജ പേരാമ്പ്ര എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഫാത്തിമ മുഹമ്മദ് കോയ ആദരവ് നൽകുന്നതിനായി ആദരവ് ഏറ്റുവാങ്ങിയത് ഫാത്തിമ മുഹമ്മദ് കോയ. ആദരവ് നൽകിയത് മമ്മക്ക് കിട്ടിക്കുന്ന ആദരം. എടാ നിങ്ങൾ ട്രോഫിയാടാ. ആദരവ് ഏറ്റുവാങ്ങുന്നത് നെറ്റില്ലാതെ ഓടി വന്ന് റൂമിലെത്തി ആ ഗ്രൂപ്പിൽ സലാം പറഞ്ഞ അബ്ദുറഹ്മാൻ ആലൂര്, നമ്മളെല്ലാം മോനുക്ക എന്ന് വിളിക്കുന്ന മോനുക്കാക്ക. എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ സലാമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ സദസ്സിൽ ആദരിക്കുകയാണ്. മോനുക്കയെ ആദരിക്കാൻ സൈനുദ്ദീൻ കൽപ്പറ്റയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരാളാണ് അസീസ് അളിയൻ വയനാട്. കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഏറ്റവും ആദ്യം അദ്ദേഹമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുമ്പോൾ ഗ്രൂപ്പിലെത്തുന്നത്. അദ്ദേഹത്തെ ആദരിക്കാൻ അബൂബക്കർ കാഞ്ഞൂരിനെ ക്ഷണിക്കുന്നു. അതേപോലെ വനിതകളിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ എല്ലാ ദിവസവും ദുആ ചെയ്തു വരുന്നതാണ് ഫാത്തിമ പൊന്നാണി. അവരെ ആദരവ് ആരും തരാത്തോണ്ട് സ്വന്തമായിട്ട് ആദരവ് എന്നവരെയും അല്ലാഹു അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുലൈഖ ആദരവ് നൽകുന്നത് അലി പനമരം കലാം ആലുവ. ആദരവ് ഏറ്റുവാങ്ങും
നമ്മളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൽ നിന്ന് 2 പേരാണ് ഹാഫിലികളെ നമ്മൾക്ക് കിട്ടിയത്. അത് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ, അനുജനും ജ്യേഷ്ഠനും. അതിന് 2ാമത്തെ മകൻ ഇപ്പോൾ ബാക്കിയാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥലത്തെത്തിയിട്ടില്ല. അബ്ദുള്ള ആലുവ. അത് കൊടുക്കാൻ വേണ്ടി റഷീദ് കാഞ്ഞൂര്, കുഞ്ഞുട്ടി വല്ലാക്കയുടെ മകൻ റഷീദ് കാഞ്ഞൂരെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ റൈഹാനത്ത് ടീച്ചറെ ക്ഷണിക്കുന്നു. ആ 2 ഹാഫിളീങ്ങളും മാതാവ് പെരുമ്പാവൂർ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറുമായ റൈഹാനത്ത് ടീച്ചറെ ആ മക്കൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അത് കൊടുക്കാൻ ഏറ്റുവാങ്ങാൻ അബ്ദുള്ള കാഞ്ഞൂര്. അല്ലാഹു തആല അവരുടെ ഇൽമിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഷീദ് സാഹിബിനെ ക്ഷണിക്കും. ഏറ്റുവാങ്ങുന്നത് അവരുടെ മാതാവ് റൈഹാനത്ത് ടീച്ചർ, പെരുമ്പാവൂർ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. ഭാര്യയും ഭർത്താവും ടീച്ചറാണ്. ഷിഹാബുദ്ദീൻ ബാക്കവി നേരത്തെ ഇവിടെ സംസാരിച്ച അവരുടെ മക്കളാണ്. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായ പഠനരംഗത്ത് ഉന്നത വിജയം കൈവരിച്ച നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ആദരിക്കുന്ന നിമിഷം. കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC +1 +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും കലാസാഹിത്യ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ കുട്ടികൾക്കും വാക്കുളങ്ങര കുടുംബത്തിന്റെ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വാക്കുളങ്ങര തറവാടിന്റെ സ്നേഹോപഹാരം ആഷിഖ് റഹ്മാൻ ബി. ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുകയും ജില്ലാ തലത്തിൽ പങ്കെടുത്ത 3 പരിപാടിയിലും ഹാട്രിക് വിജയം നേടിയ ആഷിഖ് റഹ്മാൻ ബി. ഇസിൻ റിഹാൻ നൽകുന്നത് മൊയ്തീൻ പത്തിരിക്കര. അടുത്തതായി ആസിം ലിസാൻ ബി നൽകുന്നത് മുജീബ് പനമരം. ഇസിൻ റിഹാൻ ജില്ലാതലത്തിൽ അറബനമുട്ടിൽ ആദ്യ സ്ഥാനം നേടുകയും നൽകുന്നത് മുജീബ് പനമരം. ഏറ്റുവാങ്ങുന്നത് ആസിം ലിസാൻ. കോൽക്കളിയിൽ സംസ്ഥാന തലത്തിൽ CBSE കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത ആസിം ലിസാൻ ബി നൽകുന്നത് മുജീബ് പനമരം. അല്ലാഹു അക്ബർ. ഇപ്പോൾ സമ്മാനം നൽകുന്നത് ലത്തീഫ് കുമരനല്ലൂർ. ഏറ്റുവാങ്ങുന്നത് ഫാത്തിമ അഫീഫ. അടുത്തതായി നസീബ നാസർ നൽകുന്നത് സലീം കൊടുവള്ളി. അടുത്തതായി ഫാത്തിമ ജിസാന നൽകുന്നത് മൊയ്തുനിക്ക കൽപ്പറ്റ. ഇപ്പോൾ നൽകുന്നത് നസീബ നാസറിന് വേണ്ടി സലീം കൊടുവള്ളിയാണ് സമ്മാനം നൽകുന്നത്. അടുത്തതായി ഫാത്തിമ ജിസാന നൽകുന്ന ക്ഷണിക്കുന്നു. പ്രവാസികൾക്ക് വേണ്ടി സമ്മാനം നൽകുന്നതിന് വേണ്ടി കലാമാലുവയെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് കലാം ആലുവ. ഏറ്റുവാങ്ങുന്നത് നാഫിയു. ഈ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ഇളം തലമുറക്കാരായ VK കസിൻസിന് ഒരു സ്നേഹോപഹാരം. VK കസിൻസിന് വേണ്ടിയുള്ള
സ്നേഹാപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി VK കസിൻസിലെ നമ്മുടെ കൂട്ടുകാരെ ഹൈദ്രോസ് ഹാജിയുടെ പേരക്കുട്ടികളാണ് അവർ രൂപീകരിച്ചതാണ് VK കസിൻസ്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ സ്വാതന്ത്ര്യം എന്ന രൂപത്തിൽ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് വയോധികരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് രോഗികളായി കിടക്കുന്നവർക്ക് സ്വാതന്ത്ര്യം എന്ന നിലയിൽ വളരെയധികം പ്രവർത്തനം നടത്തിയ ഒരു കൂട്ടായ്മയാണ് അത് വളർന്നു വരട്ടെ. അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ ഈ വാക്കുളങ്ങര കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകും. നിങ്ങൾ നൽകണം. അവരെ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് നാളെ ഒരു മുതൽക്കൂട്ടായി നമ്മുടെ വാക്കുളങ്ങര കുടുംബത്തിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ അവരുടെ പ്രവർത്തനം എന്ന് ആശംസിക്കുന്നു. അത് നൽകാനായി ഉമർ കൂരാച്ചുണ്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉമർ കൂരാച്ചുണ്ട്. ഹാജിയുടെ പേരക്കുട്ടികളും മരുമക്കളും ചേർന്ന് VK കസിൻസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നു. ആ ഗ്രൂപ്പിൽ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അൽഹംദുലില്ലാഹ് അതിലൊരു കണ്ണിയാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. VK കസിൻസിന് സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഉമ്മർ കൂരാച്ചുണ്ടിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹൈദ്രോസ് ഹാജിയുടെ പേരക്കുട്ടികളായ എല്ലാ സഹോദരങ്ങളെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. നമ്മുടെ പേരക്കുട്ടികൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ച് അതിലൂടെ നമ്മുടെ കുടുംബത്തിലെ അവസരങ്ങളിക്കുന്നവരെ സഹായിക്കുവാനും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാ. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം തൽക്കാലം. ഭയങ്കര തിരക്കാണ് ഗൈസ് ഫുഡ് കഴിക്കുന്നോട്. നീ പീസ് തരട്ടെ. കടക്കുന്നു. വാക്കുളങ്ങര കുടുംബത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആവേശത്തിന്റെ കനൽ ഇപ്പോഴും ആറാതെ നിൽക്കുന്നത് നമുക്ക് കാണാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാട്ട വീര്യം പകർന്ന സ്വതന്ത്ര സമര സേനാനി വാക്കുളങ്ങര മുഹമ്മദ് എന്ന മഹത് വ്യക്തിത്വത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ ധീരത നമ്മുടെ രക്തത്തിലുണ്ട്. കേവലം പോരാട്ടം മാത്രമല്ല, ആ പോരാട്ടത്തിന്റെ കരുത്തുറ്റ യോദ്ധാക്കളെ വാർത്തെടുത്ത കളരി ഗുരുക്കളും നമ്മുടെ തറവാടിന്റെ അഭിമാനമാണ്. ആയോധന കലയുടെ മർമ്മമറിഞ്ഞ കളരി ഉസ്താദ് അബ്ദുറഹ്മാൻ കുരിക്കൽ, ആയോധന വിദ്യ കൊണ്ട് വിപ്ലവം തീർത്ത AT കുട്ടി കുരിക്കൽ എന്നിവർ പകർന്നു നൽകിയ പാഠങ്ങളാണ് നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ. കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ അബ്ദുറഹ്മാൻ എന്ന മഹാന്റെ പുത്രൻ കുഞ്ഞീതിന്റെയും സഹോദരന്റെയും മക്കളിലൂടെ ആ വംശവൃക്ഷം പടർന്നു പന്തലിച്ചു. ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നമ്മൾ ആ മഹാരഥന്മാരുടെ പിന്മുറക്കാരാണ്. മുഹമ്മദ് വാക്കുളങ്ങര, അബ്ദുറഹ്മാൻ കുരിക്കൽ, AT കുട്ടി കുരിക്കൽ, സുലൈമാൻ വാക്കുളങ്ങര, മുഹമ്മദ് വെല്ലിപ്പ, മദാരി വെല്ലിപ്പ, മമ്മി വെല്ലിപ്പ. ഈ പ്രിയപ്പെട്ട കാരണം ഒരു കുടുംബമായി മാറിയിരിക്കുന്നു. 7 ജില്ലകളിൽ താമസിക്കുമ്പോഴും നമ്മുടെ മനസ്സ് വാക്കുളങ്ങര എന്ന ഈ വലിയ തറവാട്ടിലാണ്. ഓരോ കുടുംബത്തെയും പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഓരോ ഏരിയയെ തിരിച്ചാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. സമയപരിമിതി കാരണമാണ്. അപ്പോൾ വിളിക്കുന്ന ഭാഗത്തുള്ള ഓരോ ആളുകളും അവരുടെ മുഴുവൻ കുടുംബത്തെയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് ഇവിടെ കേട്ടേണ്ടതാണ്. അടുത്തത് നമ്മളെ കുടുംബം കൊടുവള്ളി ചെമ്മാട്. 2 കുടുംബവും ഇവരെ ഫോട്ടോ കഴിഞ്ഞാൽ ഞങ്ങളാണ് കൈസ്. നമ്മളെ ഫോട്ടോ എടുത്തിരും. കുടുംബം എല്ലാവരും സ്റ്റേജിൽ
സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായി എത്തിയിരിക്കുന്നു. അടുത്തതായി ഹൈദ്രോസ് ഹാജി കുടുംബം തയ്യാറായി നിൽക്കുക. അതിനുശേഷം നഫീസ കൂരാച്ചുണ്ട് കുടുംബം. സ്റ്റേജിൽ കൊടുവള്ളി ചെമ്മാട് കുടുംബം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. അതിനുശേഷം ഹൈദ്രോസ് ഹാജി കുടുംബം തയ്യാറായി നിൽക്കുക. സലീം കൊടുവള്ളി കുടുംബം ചെമ്മാട് കുടുംബം സ്റ്റേജിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ഹൈദ്രോസ് ഹാജി കുടുംബം വയനാട് കുടുംബം എല്ലാവരും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും തയ്യാറായി നിൽക്കുക. അതിനുശേഷം നഫീസ കൂരാച്ചുണ്ട് കുടുംബം തയ്യാറായി നിൽക്കുക. സർട്ടിഫിക്കറ്റ് നല്ല രസമല്ലേ ഇന്ത്യയുടെ ഏതാ സാധനം നല്ല രസല്ലേ അത് കാട്ടി മാമന്റെ ഫാമിലി അവിടെ ഇതാ വേറെ മാമന്റെ ഫാമിലി ഇല്ലല്ലേ ബാക്കിയുള്ള വഴിമേനൊക്കെ. ഇതാണ് വാവമേമാന്റെ ഉമ്മന്റെ അനിയത്തി. മറ്റേ അയ്മമ്മന്റെ ഇതാണ് വേറൊരു മേമ. ഗൈസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി നമ്മൾ തിരിച്ചു വിട്ട് പോവാണ്. വീട്ടിലേക്കാണോ എന്തിനാ പോകണ്ടോ അറിയില്ല.